ഹായ് നമസ്കാരം, എൻ്റെ പേര് വിനോദ്. അറിഞ്ഞ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയുള്ള യാത്ര, അറിവിന്റെ നിറകുടം തേടിയുള്ള യാത്ര, അറിവിന്റെ ഇന്ദ്രജാലത്തിലൂടെയുള്ള യാത്ര, അറിവിന്റെ 6ാം ഇന്ദ്രിയത്തിലേക്കുള്ള യാത്ര. എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും നമ്മുടെ സ്വന്തം ചാനലായ സിക്സ് സെൻസിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം ജോഗ്രഫിയിലും എക്കണോമിക്സിലും രണ്ടിലും ഉൾപ്പെടുന്ന ഒരു വിഷയമാണ്. ഇന്ത്യയിലെ വിളകളെ കുറിച്ചാണ്. കാരണം ശൈത്യകാലത്തും മൺസൂൺ കാലത്തൊക്കെ ഇന്ത്യയിലെ പല ഭാഗത്തും പല കൃഷി രീതികളും അല്ലെങ്കിൽ കാർഷിക വിളകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു ക്ലാസ്സാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ക്ലാസ് മുഴുവനായി കാണുക. മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ തലച്ചോറിന്റെ വലത് ഭാഗത്തേക്ക് വിഷ്വൽ രൂപത്തിൽ കയറിയിരിക്കും. ഇടയിൽ സ്കിപ്പ് ചെയ്താൽ പിന്നെ അത് കിട്ടില്ല. ഇതിപ്പോ ചോദിക്കാൻ പോകുന്നത് ഒരു ധാന്യം തന്നിട്ട് അല്ലെങ്കിൽ ഒരു കാർഷിക വിള തന്നിട്ട് ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു അങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അപ്പൊ ഇത് മുഴുവനായി കാണുക. മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ വെറും 15 മിനിറ്റ് കൊണ്ട് ഈ ഒരു ഭാഗം നിങ്ങളുടെ തലച്ചോറിന്റെ വലത് ഭാഗത്തേക്ക് കയറും. ഇടത് ഭാഗത്തേക്ക് കയറുന്നതെല്ലാം മറന്നുപോകും. നമുക്ക് വലത് ഭാഗത്തേക്ക് കയറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മാക്സിമം അതിനു വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് അപ്പോ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് എന്താ ഇന്ത്യ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ധാരണ മനസ്സിലേക്ക് കൊണ്ടുപോകാം. ആദ്യം ആ ധാരണ മനസ്സിലേക്ക് എടുക്കണം. ഞാൻ പറയുന്ന പോലെ മാത്രം നിങ്ങൾ ചിന്തിക്കുക. വേറെ എവിടേക്ക് നിങ്ങൾ വിഷ്വൽ കൊടുക്കരുത്. ഞാൻ പറയുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ഉൾക്കാഴ്ചയിൽ വിഷ്വൽ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും. ഇന്ത്യ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ധാരണ മനസ്സിലേക്ക് കൊണ്ടുപോകും. ഇപ്പോ ദക്ഷിണേന്ത്യയിൽ കേരളം ഉൾപ്പെടുന്ന നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ മൺസൂൺ കാലഘട്ടമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. കേരളത്തിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ദക്ഷിണേന്ത്യ ഉൾപ്പെടുന്ന കേരളത്തിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ മൊത്തത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വ്യാപകമാണ്. സത്യം. ഇനി നേരെ ഓപ്പോസിറ്റ് ചോദിക്കുകയാണ്, ഉത്തരേന്ത്യയിൽ മൺസൂൺ കാലഘട്ടമുണ്ടോ? ഉത്തരേന്ത്യയിൽ മഴ പെയ്യാറുണ്ട്. ദക്ഷിണേന്ത്യയിൽ തെക്ക് പടിഞ്ഞാറാണെങ്കിൽ ഉത്തരേന്ത്യയിൽ അതെന്താ വടക്കു കിഴക്കൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറിന്റെ ചില രൂപാന്തരങ്ങൾ അവിടെ സംഭവിക്കാറുണ്ട്. രണ്ട് ഭാഗത്തും മൺസൂൺ കാലഘട്ടമുണ്ട്. അത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ദക്ഷിണേന്ത്യയിലുമുണ്ട്, എവിടെയുണ്ട്? ഉത്തരേന്ത്യയിലുമുണ്ട്. ഓക്കെ ആണല്ലോ? ശരി. എന്റെ ചോദ്യം, ഉത്തരേന്ത്യയിൽ ശൈത്യകാലമുണ്ടോ? വിന്റർ സീസൺ. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഡൽഹി തണുപ്പിൽ മൂടിക്കിടക്കുന്നു. പലതവണ വാർത്തയിൽ വന്ന ഒരു കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഉത്തരേന്ത്യയിൽ എന്തുണ്ട്? വിന്റർ സീസൺ, ശൈത്യകാലമുണ്ട്. ഈ ദക്ഷിണേന്ത്യയെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയെ വെച്ച് നോക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ തണുപ്പ് കൂടുതലാണോ കുറവാണോ? കുറവാണ്. ഉത്തരേന്ത്യക്ക് അത്ര തണുപ്പ് എവിടെയില്ല. ദക്ഷിണേന്ത്യയിൽ ശൈത്യകാലമുണ്ട്. പക്ഷെ ഉത്തരേന്ത്യയെ പോലെയുള്ള ഒരു അതിശൈത്യം എവിടെയില്ല? ദക്ഷിണേന്ത്യയിലില്ല. ദക്ഷിണേന്ത്യയിലെ തണുപ്പ് സഹിക്കത്തക്ക രീതിയിലുള്ള ഒരു തണുപ്പ് മാത്രമേ ദക്ഷിണേന്ത്യയിലുള്ളൂ. ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല, അസഹനീയമായ തണുപ്പാണ്. അവിടുത്തെ ആൾക്കാർക്കൊക്കെ അതൊക്കെ ശീലമാണ്. നമ്മൾ പോവുകയാണെങ്കിൽ അത് അസഹനീയമായിരിക്കും. എന്താണ് ഈ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യയെ അപേക്ഷിച്ച് ഇത്രമാത്രം തണുപ്പിൽ മൂടിക്കിടക്കാൻ കാരണം? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഹിമാലയ പർവ്വതം. വടക്ക് ഭാഗത്ത് ഹിമാലയ പർവ്വതം അത്രയും 3000 കിലോമീറ്ററോളം നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും ദക്ഷിണേന്ത്യയെ അപേക്ഷിച്ച് ഉത്തരേന്ത്യയിൽ എന്താ തണുപ്പ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും മൺസൂൺ കാലഘട്ടമുണ്ട്. അതുപോലെ ശൈത്യ കാലഘട്ടം ഇന്ത്യയിലുണ്ട്. പക്ഷെ ഉത്തരേന്ത്യയിൽ എന്താ അസഹനീയമാണ്. ദക്ഷിണേന്ത്യയെ വെച്ച് നോക്കുമ്പോൾ, ഉത്തരേന്ത്യയെ വെച്ച് നോക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് മനസ്സിലായി? ആലോചിച്ച് നോക്ക്. ഇന്ത്യയിൽ തണുപ്പ് കാലമുണ്ട്, അതുപോലെ തന്നെ മൺസൂൺ കാലമുണ്ട്. അപ്പൊ സ്വാഭാവികമായി ഇന്ത്യയിൽ ശൈത്യകാല വിളകളും ഉണ്ടാവും, അതുപോലെ തന്നെ മൺസൂൺ കാല വിളകളും ഉണ്ടാവും. സത്യമല്ലേ? സീസൺസ് ഇനി പലതുണ്ട്. ഇങ്ങനെ നിങ്ങൾ ആലോചിക്കും. ശൈത്യകാലവും മൺസൂൺ കാലവും ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ശൈത്യകാല വിളകളും ഉണ്ടാവും, അതുപോലെ തന്നെ എന്താ മൺസൂൺ കാല വിളകളും ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ സീസൺ അനുസരിച്ച് ഇന്ത്യൻ വിളകളെ, ക്രോപ്സുകളെ പലതായി തിരിക്കുന്നുണ്ട്. പലതെന്ന് വെച്ചാൽ 3 ആയി തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 3 എന്ന് ചോദിച്ചാൽ, ഒന്ന് ഖാരിഫ് ക്രോപ്സ്. അത് മലയാളത്തിൽ പറയുമ്പോൾ ഖാരിഫ് വിളകൾ. 2 റാബി ക്രോപ്സ്. അത് മലയാളത്തിൽ ഇങ്ങനെ എഴുതും, റാബി വിളകൾ. 3 സെയ്ദ് ക്രോപ്സ്. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ സെഡ് എ
ID, സെയ്ദ് ക്രോപ്സ്. അത് മലയാളത്തിൽ ഇങ്ങനെ എഴുതുക, സെയ്ദ് വിളകൾ. അപ്പൊ സീസൺ അനുസരിച്ച് ഇന്ത്യൻ വിളകളെ മൂന്നായി തിരിക്കുന്നു. ഒന്ന് ഖാരിഫ്, രണ്ടെന്താ റാബി, മൂന്നേതാ സെയ്ദ് വിളകൾ. ഇനി നമുക്കിത് ഓരോന്നിനെയും കുറിച്ച് നമുക്ക് പഠിക്കണം. അത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ പറയുന്ന ഒരു രീതിയിൽ മാത്രം ചിന്തിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഖാരിഫ് വിളകളെ കുറിച്ച് പഠിക്കാം. ഖാരിഫ് നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, ഒരു ഇന്ത്യൻ ഭാഷയിൽ രൂപപ്പെട്ട പദമല്ലത്. മലയാളമോ തമിഴോ തെലുങ്കോ ഹിന്ദി ബംഗാളി എങ്ങനെയുള്ള ഖാരിഫ് എന്ന് വെച്ചാൽ ഒരിക്കലുമല്ല. ഖാരിഫ് ഒരു അറബി വാക്കാണ്. അപ്പൊ ഖാരിഫ് എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കിയത്. ഒറ്റ വാക്ക് ഖാരിഫ് എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ ശൈത്യകാലമുണ്ട്, മൺസൂൺ കാലമുണ്ട്. അപ്പൊ ഖാരിഫ് എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താ? സിമ്പിൾ, എന്താ? മൺസൂൺ. ഖാരിഫ് എന്ന അറബി വാക്കിന്റെ അർത്ഥമാണ് മൺസൂൺ. ഇനി ഒന്നുമില്ല, ഖാരിഫ് എന്ന അറബി വാക്കിന്റെ അർത്ഥം മൺസൂൺ ആണെന്ന് പഠിച്ചാൽ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, മൺസൂൺ കാലഘട്ടം ഏത് മുതൽ ഏത് വരെയാണ്? അത് മാത്രം ചിന്തിക്കുക. മൺസൂൺ കാലഘട്ടം ഏത് മുതൽ ഏത് വരെയാണെന്ന് കേരളത്തിലെ ഒരു ഉദ്യോഗാർത്ഥിയോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിമ്പിൾ ആയിട്ട് കിട്ടും. എപ്പോൾ മുതൽ മഴ പെയ്യും, ഏത് വരെ മഴ പെയ്യുന്നത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ മൺസൂൺ കാലഘട്ടം ഏത് മുതൽ ഏത് വരെയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഉത്തരം കിട്ടുന്നുണ്ടാവും. മൺസൂൺ കാലഘട്ടം, മൺസൂൺ കാലഘട്ടം നിങ്ങൾക്കറിയാം, ജൂൺ ടു ഒക്ടോബർ നവംബർ. അപ്പൊ ഞാൻ നവംബർ എഴുതുകയാണ്. ഒക്ടോബർ ലാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ വേണമെങ്കിൽ നവംബർ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ജൂൺ മുതൽ നവംബർ വരെയാണ് മൺസൂൺ കാലഘട്ടം. അപ്പൊ നവംബറിൽ മഴ പെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. ഒക്ടോബർ ലാസ്റ്റ്, അപ്പൊ നവംബർ ആക്കി എടുത്തു എന്ന് മാത്രം. അപ്പൊ ഖാരിഫ് എന്ന വാക്കിന് അർത്ഥം മൺസൂൺ. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മൺസൂൺ കാലഘട്ടം ഏത് മുതല? ജൂൺ അല്ലെങ്കിൽ ജൂലൈ. ജൂൺ എന്ന് പറയും, ചിലപ്പോൾ ജൂലൈയിലേക്കേ മഴ തുടങ്ങുള്ളൂ. പറയുമ്പോൾ ജൂൺ മുതൽ നവംബർ വരെയാണെന്ത് ഈ മൺസൂൺ കാലഘട്ടം. ചിലപ്പോൾ സെപ്റ്റംബറോടുകൂടി മഴ അവസാനിക്കും. പക്ഷെ കാലഘട്ടം പറയുമ്പോൾ ഒക്ടോബർ നവംബർ എന്നൊക്കെ പറയേണ്ടി വരും. അപ്പൊ ഈ ഖാരിഫിന്റെ അർത്ഥം മൺസൂൺ ആണല്ലോ. അപ്പൊ ഖാരിഫ് വിള എപ്പോ വിളവറക്കും? ഖാരിഫിന്റെ അർത്ഥം മൺസൂൺ ആണെങ്കിൽ മൺസൂൺ കാലഘട്ടം തുടങ്ങുമ്പോ സ്വാഭാവികമായും ഖാരിഫ് വിളകൾ വിളവിറക്കണ്ടേ? അപ്പൊ വിളവിറക്കൽ എപ്പോഴായിരിക്കും? ജൂൺ അല്ലെ? മൺസൂൺ തുടങ്ങുന്ന മാസമാണ് ജൂൺ. അപ്പൊ ഖാരിഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺസൂൺ. അപ്പോ സ്വാഭാവികമായിട്ട് മൺസൂൺ കാല വിള ഖാരിഫ് വിള എപ്പോ വിളവിറക്കും? ജൂൺ. അപ്പൊ വിളവെടുപ്പ് എപ്പോഴായിരിക്കും? മൺസൂൺ അവസാനിക്കുന്ന സമയം ഏതാ? നവംബർ, ഒക്ടോബർ, നവംബർ. അങ്ങനെ പഠിച്ചോ. ഒക്ടോബർ ലാസ്റ്റോട് കൂടി വിളവെടുക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നവംബർ. അപ്പൊ നവംബർ ആദ്യത്തെ ആഴ്ചയായിരിക്കും. അങ്ങനെ ഒക്ടോബർ നവംബർ അങ്ങനെ മനസ്സിലാക്കി. അപ്പൊ ഖാരിഫ് എന്ന് വെച്ചാൽ മൺസൂൺ ആണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മൺസൂൺ കാലഘട്ടം ഏത് മുതൽ ഏത് വരെ? ജൂൺ മുതൽ നവംബർ വരെ. അപ്പൊ സ്വാഭാവികമായി ഖാരിഫ് വിള എപ്പോ വിളവിറക്കും? ജൂണിൽ. മൺസൂൺ തുടങ്ങുന്ന മാസം എപ്പോ വിളവെടുക്കും? മൺസൂൺ അവസാനിക്കുന്ന മാസം ഒക്ടോബർ നവംബർ. ഈ നവംബർ തന്നെ പഠിച്ചു നോക്കി, സ്വാഭാവികം. അപ്പൊ ഞാൻ പറഞ്ഞു, മൺസൂൺ കൃത്യമായിട്ട് ഉത്തരേന്ത്യയിലും ഉണ്ട് ദക്ഷിണേന്ത്യയിലും ഉണ്ട്. രണ്ട് ഇന്ത്യയിലും മഴ പെയ്യും. രണ്ട് ഇന്ത്യയിലും മഴ പെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായി മൺസൂൺ കാലഘട്ടം രണ്ട് ഇന്ത്യയിലും ഉണ്ടെങ്കിൽ, നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഉണ്ടെങ്കിൽ, അപ്പൊ സ്വാഭാവികമായി നിങ്ങൾ മനസ്സിലാക്കുക കോമൺലി ഫൗണ്ട് നോർത്ത് ഇന്ത്യയിലും കാണും, എന്നുവെച്ചാൽ ഉത്തരേന്ത്യയിലും ഈ വിള കാണും. പിന്നെ എവിടെയും കാണും, ദക്ഷിണേന്ത്യയിലും ഈ വിള കാണും. ഉറപ്പാണല്ലോ. രണ്ട് ഇന്ത്യയിലും മൺസൂൺ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായി ഈ വിള രണ്ട് ഇന്ത്യയിലും കാണുമ്പോൾ രണ്ട് ഇന്ത്യയിലും കാണുന്ന പല വിളകളും ഇതിന് എക്സാമ്പിൾ ആയിരിക്കും. അല്ലെ? മൺസൂൺ കാലഘട്ടം ഉത്തരേന്ത്യയിലും ഉണ്ട് ദക്ഷിണേന്ത്യയിലും ഉണ്ട്. അപ്പൊ അതിന്റെ ആ വിളയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് ഏതൊക്കെ വിളകൾ വരുന്നുണ്ടോ അതിൽ ഭൂരിഭാഗവും ഇന്ത്യയുടെ ഉത്തരേന്ത്യയിലും കാണും, ദക്ഷിണ ഇന്ത്യയിലും കാണും. അതൊക്കെ ഖാരിഫ് വിളക്ക് എക്സാമ്പിളാണ്. അപ്പൊ എക്സാമ്പിൾ പറ, ഏതൊക്കെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും. എക്സാമ്പിൾ: നെല്ല്. അല്ലെ? നെല്ല് ഉത്തരേന്ത്യയിലില്ലേ? ഉത്തർപ്രദേശ്, ബംഗാൾ തുടങ്ങിയ സ്റ്റേറ്റുകളിൽ നെല്ലുണ്ട്. ദക്ഷിണേന്ത്യയിൽ നെല്ലില്ലേ? തമിഴ്നാട്, കേരളം നെല്ലുണ്ട്. അപ്പൊ നെല്ല് ഉദാഹരണമാണ്. നെല്ല് ഇംഗ്ലീഷിൽ റൈസ് എന്ന് പറയും, ഞാൻ എഴുതുന്നുണ്ട്. അടുത്തത് ചോളം. ഇംഗ്ലീഷിൽ അതിലെ മെയ്സ് എന്ന് പറയും. ചോളം ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശ്. ചോളം കൊണ്ട് ആറാട്ടാണ് UP. ദക്ഷിണേന്ത്യയിൽ ചോളമില്ലേ? ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും എന്തുണ്ട്? ചോളമുണ്ട്. അപ്പൊ ചോളം എന്താ? സ്വാഭാവികമായി ഖാരിഫ് വിളയ്ക്ക് കാരണമാണ്. 3 ജോവർ, അതിന്റെ മലയാളം അങ്ങനെ തന്നെ. 4 ബജ്റ, മലയാളം ജോവർ ബജ്റ എന്നൊക്കെ പറഞ്ഞാൽ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലൊക്കെ വ്യാപകമായിട്ടുള്ള ഒരു ധാന്യമാണത്.
കർണാടകത്തിലൊക്കെ ഉണ്ട്. ആ ജോവർ കൊണ്ട് ചപ്പാത്തി, ബജ്ര കൊണ്ട് ചപ്പാത്തി ഒക്കെ അവിടുത്തെ ആൾക്കാരുണ്ടാക്കും. അപ്പൊ ജോവർ ബജ്ര അതും ഖാരിഫിന് ഉദാഹരണമാണ്. ജോവർ ബജ്രൊന്നും കേരളത്തിലേക്കില്ല. ഇപ്പൊ കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഹരിയാന ഇങ്ങനെ മുകളിലും താഴെയായിട്ട് കിടക്കുന്ന സാധനങ്ങളാണ് ജോവർ ബജ്ര. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ കോട്ടൺ, മലയാളത്തിൽ അതിനെ പരുത്തി എന്ന് പറയും. കർണാടകത്തിൽ, ദക്ഷിണേന്ത്യ, കർണാടക വ്യാപകമാണ് കോട്ടൺ. ഉത്തരേന്ത്യയിലും എന്തുണ്ട്? കോട്ടൺ ഉണ്ട്, വ്യാപകം. ഇനിയുണ്ട് ചണം. അതിന്റെ ഇംഗ്ലീഷ് എന്താ? ജൂട്ട്. ചണം ബംഗാളിലുണ്ട്. ചണം കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ ചണം ഉൽപാദനമുണ്ട്. കർണാടകത്തിലുണ്ട് ചണം. അപ്പൊ ചണം അഥവാ ജൂട്ട് രണ്ട് ഇന്ത്യയിലും ഉണ്ട്. അതും ഖാരിഫിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് റാഗി. അതിന് മലയാളത്തിൽ കോറ എന്നൊക്കെ പറയും. റാഗി. ഇനിയുണ്ട് രണ്ട് ഇന്ത്യയിലുള്ള സാധനം തേയില, ടീ. മലയാളത്തിൽ അതിനെ തേയില എന്ന് വിളിക്കും, ടീ. ഇനിയുണ്ട് തേയില രണ്ട് ഇന്ത്യയിലില്ലേ? ആസാമിലില്ലേ? തമിഴ്നാട്, കേരളത്തിൽ തേയിലയില്ലേ? അപ്പൊ തേയില. ഇനിയുണ്ട് ഗ്രൗണ്ട് നട്ട്. അതെടുത്ത് പറഞ്ഞാൽ നിലക്കടല അല്ലെ? അപ്പൊ ഇതൊക്കെ എന്തിനാ? ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ഖാരിഫിലൊക്കെ എക്സാമ്പിൾ ആണ്. ഏതൊക്കെ? ഒന്ന് നെല്ല്, റൈസ്. പിന്നെ ഏതാ? ചോളം, മെയ്സ്. പിന്നെ ജോവർ. ഇതൊക്കെ രണ്ട് ഇന്ത്യയിലുണ്ട് വ്യാപകമായിട്ട്. നെല്ല് രണ്ട് ഇന്ത്യയിലും ആലോചിച്ച് നോക്ക്. ചോളം രണ്ട് ഇന്ത്യയിലുണ്ട്, ഉത്തരേന്ത്യയിലുണ്ട്, ദക്ഷിണേന്ത്യയിലുണ്ട്. പിന്നെന്താ? ജോവർ ഉത്തരേന്ത്യയിലുമുണ്ട്, ദക്ഷിണേന്ത്യയിലുമുണ്ട്. ബജ്ര രണ്ട് ഇന്ത്യയിലുണ്ട്. കോട്ടൺ, പരുത്തി അത് പിന്നെ രണ്ട് ഇന്ത്യയിലുണ്ട് ഉറപ്പിച്ചു. ചണം, ജൂട്ട് രണ്ട് ഇന്ത്യയിലുണ്ട്. റാഗി, റാഗി രണ്ട് ഇന്ത്യയിലുണ്ട്. കോറ എന്ന് മലയാളത്തിൽ പറയും. തേയില പിന്നെ അറിയാം, ആസാമിലുണ്ട്, കേരളം, തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. ഗ്രൗണ്ട് ഇട്ട് നിലക്കടല ഇതൊക്കെ രണ്ട് ഇന്ത്യയിലുണ്ട്. ഇതൊക്കെ ഖാരിഫിലൊക്കെ ഉദാഹരണങ്ങളാണ് അല്ലെ? ഇനി വേണമെങ്കിൽ പറയാം പുകയില, ടൊബാക്കോ. ടൊബാക്കോ, പുകയില. അതുകൂടാതെ സോയാബീൻ, ഇതൊക്കെ ഖാരിഫിലൊക്കെ ഉദാഹരണങ്ങളാണ്. അപ്പൊ ഖാരിഫ് എന്ന് വെച്ചാൽ മൺസൂൺ. മൺസൂൺ ഏത് മുതല? ജൂൺ, ജൂലൈ ടു ഒക്ടോബർ, നവംബർ. വിളവിറക്കൽ ജൂൺ, വിളവെടുപ്പ് നവംബർ. കാരണം മൺസൂൺ തുടങ്ങുമ്പോൾ വിളവെടുക്കുന്നു, മൺസൂൺ കഴിയുമ്പോൾ വിളവെടുക്കുന്നു. രണ്ട് ഇന്ത്യയിൽ മൺസൂൺ ഉണ്ട്. അപ്പൊ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും കാണും. നെല്ല്, ചോളം, ജോവർ, ബജ്ര, പരുത്തി, ചണം, റാഗി, തേയില, നിലക്കടല, ടൊബാക്കോ, സോയാബീൻ. ഈ ടൊബാക്കോ, സോയാബീനൊക്കെ റാബിയിലും കൂടി അതിന് രണ്ട് സീസൺ ഉണ്ടാവേണ്ട സാധനമാണ് ഈ ടൊബാക്കോ, സോയാബീനൊക്കെ. അത് ഖാരിഫിൽ എഴുതി എന്ന് മാത്രം. അപ്പൊ ഖാരിഫിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ശരിയാണല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് റാബി വിളകളെ കുറിച്ച് പഠിക്കാം. ഖാരിഫ് വിള എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ തന്നെയാണ് എന്ത് പഠിക്കുക? റാബി വിള. നിങ്ങൾ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക, മനസ്സിൽ വിഷ്വൽ ഉണ്ടാക്കുക. ഇത്ര മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ റാബി ഒരു മലയാളം, ഇംഗ്ലീഷ് അല്ലെങ്കിൽ തമിഴ്, തെലുങ്ക് അങ്ങനെ വല്ല ലാംഗ്വേജ് ആണ് റാബി എന്ന വാക്ക്? ഒരിക്കലുമല്ല. ഖാരിഫിനെ പോലെ തന്നെ റാബി എന്താ? ഒരു അറബി പദമാണ്, അറബി വേർഡാണ്. അപ്പൊ ഈ റാബി എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താ? ഖാരിഫിന് നമ്മൾ എന്ത് പറഞ്ഞു? മൺസൂൺ എന്ന് പറഞ്ഞു. അപ്പൊ റാബി മൺസൂൺ ആവില്ല, നേർ വിപരീതമായിരിക്കും. അപ്പൊ റാബി എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താ? ശൈത്യം, വിന്റർ. എന്താണ്? ശൈത്യം അഥവാ വിന്റർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ വിന്റർ. അതാണ് റാബി എന്ന അറബി പദത്തിന്റെ അർത്ഥം. അപ്പൊ റാബി വിന്റർ ആണെന്ന് കിട്ടിയാലോ? ഇനി ഇവിടെ ഒന്നുമില്ല. ഇനി വിന്റർ സീസൺ ഏത് മുതൽ ഏത് വരെ? വിന്റർ സീസൺ അല്ലെങ്കിൽ ശൈത്യ കാലഘട്ടം. ഞാൻ മലയാളത്തിൽ തന്നെ എഴുതാം, ശൈത്യ കാലഘട്ടം. ഏത് മുതൽ ഏത് വരെയാ? നമ്മൾ മഴക്കാലം മൺസൂൺ ജൂൺ മുതൽ നവംബർ വരെ പറഞ്ഞു. അപ്പൊ അതിന്റെ ബാക്കി നവംബറിൽ തുടങ്ങും അല്ലേ? നവംബർ മുതൽ മാർച്ച് വരെ. ഈ മാർച്ച് ശരിക്കും ചൂടുകാലമാണ്. മാർച്ച് വരെ എന്ന് വെച്ചാൽ ഫെബ്രുവരി ഫുള്ള്. മാർച്ച് നടത്തോ? മാർച്ച് വരെ. മാർച്ച് ഏപ്രിൽ മെയ് ചൂടുകാലാണല്ലോ. അപ്പൊ അതിപ്പോ എല്ലാ ഭാഗത്തും ഈ മാർച്ച് വരെ തണുപ്പൊന്നും ഉണ്ടാവില്ല. അത് ഓൾ ഇന്ത്യയെ നോക്കുന്നത്, കേരളം മാത്രം നോക്കി പറയരുത്. അപ്പൊ നവംബർ മുതൽ മാർച്ച് വരെയാണത് ശൈത്യ കാലഘട്ടം. അപ്പൊ റാബി എന്ന് വെച്ചാൽ വിന്റർ, ശൈത്യം എന്ന അർത്ഥം കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ശൈത്യ കാലഘട്ടം ഏത് മുതലാണ് നോക്കുക? നവംബർ മുതൽ മാർച്ച് വരെയാണ് നോക്കുക. അപ്പോ ഈ റാബി എപ്പോ വിളവിറക്കും? ശൈത്യം തുടങ്ങുന്ന സമയത്ത്. അതേതാ മാസം? നവംബർ. അപ്പൊ വിളവിറക്കൽ ശൈത്യം തുടങ്ങുന്ന സമയം നവംബർ. അപ്പൊ വിളവെടുപ്പോ? ശൈത്യം അവസാനിക്കുന്ന സമയം ഏതാ? മാർച്ച്. ഈ ഫെബ്രുവരി അവസാനം തന്നെ കഴിയും, മാർച്ച് തുടക്കത്തിലൊക്കെ ആയിരിക്കും അത് വിളവ് എടുക്കുക, അത്രേ ഉള്ളൂ.
അപ്പൊ വിളവെടുപ്പ് മാർച്ച്. അപ്പൊ നവംബറിൽ വിളവിറക്കുന്നു, വിളവെടുപ്പ് എപ്പോഴാ? മാർച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ദക്ഷിണേന്ത്യയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ദക്ഷിണേന്ത്യയിൽ തണുപ്പുണ്ട് ഇല്ല എന്നല്ല, ദക്ഷിണേന്ത്യയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉത്തരേന്ത്യ മഞ്ഞിൽ ശൈത്യത്തിൽ മുങ്ങിപ്പോകും, മങ്ങും അവിടുത്തെ കാഴ്ചകളെല്ലാം. ഹിമാലയ പർവ്വതം ഉള്ളത് കൊണ്ട് ദക്ഷിണേന്ത്യയേക്കാൾ 10 മടങ്ങോളം ശൈത്യത്തിന് പ്രാധാന്യം, അല്ലെങ്കിൽ ശൈത്യത്തിന് അത്രയും രൗദ്രഭാവമുണ്ട് അവിടെ ഉത്തരേന്ത്യയിൽ. അപ്പൊ സ്വാഭാവികമായും റാബി വിള ദക്ഷിണേന്ത്യയിൽ കാണുമെങ്കിലും കോമൺലി ഫൗണ്ട് ഇൻ ഉത്തരേന്ത്യ. കൂടുതലായും കാണുന്നത് എവിടെയാ? ഉത്തരേന്ത്യയിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിൽ കാണില്ല എന്നല്ല. ദക്ഷിണേന്ത്യയിൽ ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ തണുപ്പ് കാലം ആലോചിക്കുമ്പോൾ, തണുപ്പ് കാലത്ത് നമ്മുടെ പല വസ്തുക്കളും അല്ലെങ്കിൽ പല കാർഷിക വിളകളും നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പയറ്, അത് നമ്മൾ തണുപ്പ് കാലത്തല്ലേ, വീട്ടിൽ പയറൊക്കെ തണുപ്പ് കാലത്തല്ലേ ഉണ്ടാവുക. പൾസസ് എന്ന് പറയും, അല്ലെങ്കിൽ പി എന്നൊക്കെ പറയും, പയർ തണുപ്പ് കാലത്ത് ഉണ്ടാവുക. പിന്നെ തക്കാളി മാർച്ച് ഏപ്രിൽ മെയിലുണ്ടാവുക. അപ്പൊ തക്കാളി തണുപ്പ് കാലത്ത് നിങ്ങൾക്കറിയാം, തക്കാളി അങ്ങനെ പൂത്തൊലി നിൽക്കുന്നതൊക്കെ തണുപ്പ് കാലത്താ. ഒരു നവംബർ ഡിസംബർ ആ മാസങ്ങളിലൊക്കെയാണ് തക്കാളിയൊക്കെ ഉണ്ടാവുക. അപ്പൊ തക്കാളി പയറൊക്കെ അതൊക്കെ കേരളത്തിൽ ശൈത്യകാലത്ത് ഉണ്ടാവും. പക്ഷെ കോമൺലി നോക്കുമ്പോൾ കൂടുതൽ വസ്തുക്കളും അല്ലെങ്കിൽ കാർഷിക ധാന്യങ്ങളും വിളകളും എല്ലാം എവിടെയാണ്? ഉത്തരേന്ത്യയിൽ ഉണ്ടാവുക. അപ്പൊ ഉത്തരേന്ത്യയിലായിരിക്കും കൂടുതൽ കാണുക. അപ്പൊ അങ്ങനെ ദക്ഷിണേന്ത്യയിൽ കാണുന്നുണ്ട്, ദക്ഷിണേന്ത്യയിൽ കാണാത്തതും ഉത്തരേന്ത്യയിൽ കാണുന്നതുമായ ഏതൊക്കെ റാബി വിളകളുണ്ട്? എക്സാമ്പിൾ പറ. ഖാരിഫ് പോലെ അതിപ്പോ ഒന്നും നോക്കാനില്ല. ഏതാ? ഗോതമ്പ്. ഇംഗ്ലീഷിൽ എന്ത് പറയും അതിനെ? വീറ്റ് അല്ലെ? ഗോതമ്പല്ലാതെ ബാർലിക്ക് ഇംഗ്ലീഷ് മലയാളം തന്നെയാ, ബാർലി തന്നെയാണ്. യവം എന്ന് പറയും. അത് സിന്ധു നദീതട നിവാസികൾ അതിനെ യവം എന്നെല്ലാം വിളിച്ചിട്ടുണ്ട്. അപ്പൊ തൽക്കാലം നിങ്ങൾ ബാർലി, ഈ ഗോതമ്പും ബാർലിയും ഒക്കെ ദക്ഷിണേന്ത്യയിലുണ്ട്, കേട്ടിട്ടുണ്ടാവും. നമ്മുടെ വീട്ടില് ഗോതമ്പ് പാടം, ബാർലി പാടം കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഉത്തരേന്ത്യ, കാരണം ശൈത്യത്തിലാണ് അതൊക്കെ വളരെ ശൈത്യകാലം. അതിനുള്ള അത്രയും ശൈത്യം വേണം, അത് ഉത്തരേന്ത്യയിലാണ്. ഇനി അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ ഓട്സ്, അതിന്റെ മലയാളം തന്നെ. ഓട്സ് ഇവിടെ കൃഷിയുണ്ട്. ഓട്സ് നമ്മൾ കഴിക്കാറുണ്ട്. പല ആൾക്കാരും തടി കുറയ്ക്കാൻ വേണ്ടി രാത്രി കഞ്ഞിക്കും ചപ്പാത്തിക്കൊക്കെ പകരം ഓട്സ് കഴിക്കുന്നവരുണ്ട്. ഓട്സ് കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ പൂത്തുവരുന്ന് നിൽക്കുന്നതായി എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഓട്സ്. അടുത്തത് കടുകിന്റെ ഇംഗ്ലീഷിൽ മസ്റ്റാർഡ്. കടുക്, അത് ദക്ഷിണേന്ത്യയിലുണ്ട്. മസ്റ്റാർഡ് കടുക് കൃഷി വീട്ടുമുറ്റത്ത് ചെടിച്ചട്ടിയിൽ അവരെല്ലാം വളർത്തിയിട്ടുണ്ട് കടുക്. അപ്പൊ കടുകും വടക്കേന്ത്യയിലാണ് അല്ലെ. ഇതല്ലാതെ ഇനി വേറെ വല്ല കൃഷി വടക്കേന്ത്യയിലാണ് ഇഷ്ടം പോലെ. ടൊമാറ്റോ അല്ലെ, ഉരുളക്കിഴങ്ങ്, അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ടൊമാറ്റോ ഇംഗ്ലീഷിൽ. ഉരുളക്കിഴങ്ങ് അല്ലാതെ ഇനി വലുതുണ്ടോ തണുപ്പത്തുണ്ടാവുന്നു? അത് ഞാൻ നേരത്തെ പറഞ്ഞു. തക്കാളി അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിന് നമ്മൾ പൊട്ടാറ്റോ എന്ന് പറയാ, തെറ്റിയതാണ്. പൊട്ടാറ്റോ, തക്കാളിക്ക് ടൊമാറ്റോ, പിന്നെ പയറുവർഗം അതിന് പൾസസ് എന്ന് വെച്ചാൽ പയർവർഗം. ഇതെല്ലാം എങ്ങനെ? റാബിയിലാണ്. ഏതൊക്കെ? ഗോതമ്പ്, ബാർലി, ഓട്സ്, കടുക്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, തക്കാളി, അതുപോലെ തന്നെ പയറുവർഗങ്ങൾ. ഇതൊക്കെ എന്തിലാണ് ഉണ്ടാവുന്നത്? റാബി വിളയിൽ. പിന്നെ കാപ്പി, വയനാടൻ തണുപ്പിൽ വിളയുന്ന ഒരു വിളയാണ് കാപ്പിയും എവിടെ തന്നെയാ? റാബി വിളയിൽ ഉണ്ടാവുക. അപ്പൊ റാബി എന്ന് വെച്ചാൽ ശൈത്യം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ശൈത്യം എന്ന് പറഞ്ഞാൽ ശൈത്യകാലം ഏത് മുതലാണ്? നവംബർ മുതൽ മാർച്ച് വരെ. അപ്പൊ ശൈത്യം തുടങ്ങുന്ന സമയത്ത് വിളവിറക്കും നവംബർ അല്ലെ. വിളവെടുപ്പ് ശൈത്യം അവസാനിക്കുന്ന സമയം മാർച്ച്. ഹിമാലയം ഉള്ളത് കൊണ്ട് ഉത്തരേന്ത്യയിലാണ് തണുപ്പ് കൂടുതൽ. അപ്പൊ ഇത് കൂടുതലായും കാണുന്നത് എവിടെയാണ്? ഉത്തരേന്ത്യയിൽ. ദക്ഷിണേന്ത്യയിൽ കാണില്ല എന്നല്ല, കാണും, അത് കുറവാണ്. കൂടുതലും എവിടെയാണ്? ഉത്തരേന്ത്യയിൽ കണ്ടുവരുന്നു. അത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഗോതമ്പ് ദക്ഷിണേന്ത്യയിൽ ഇല്ല. ബാർലി ഉണ്ടാ? ദക്ഷിണേന്ത്യയിൽ ഉണ്ടാ? കേരളം നോക്ക്. ഓട്സ് ഉണ്ടാ? ദക്ഷിണേന്ത്യയിൽ ഇല്ല. പിന്നെന്താ? കടുക് ദക്ഷിണേന്ത്യയിൽ ഉണ്ടാ? ഉരുളക്കിഴങ്ങ് ഇംഗ്ലീഷ് എന്താ?
പൊട്ടാറ്റോ, പിന്നെ തക്കാളി. തക്കാളി വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് കാലത്താണ് ഇതുണ്ടാവുക. പിന്നെന്താ പയർ വർഗം, പൾസസ്, പിന്നെന്താ കാപ്പി. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്, ഷുഗർ കെയിൻ, കരിമ്പ്. കരിമ്പിന് ഇംഗ്ലീഷ് എന്താ? ഷുഗർ കെയിൻ. കരിമ്പ് തമിഴ്നാട്ടിലുണ്ട്, 2 ഇന്ത്യയിൽ കരിമ്പുണ്ട്. നമുക്ക് ഈ പുസ്തക പൂജ സമയത്തൊക്കെ കരിമ്പ് കൂടുതലായിട്ട് വിൽപ്പനക്കാര് വഴിയരികിൽ കാണും. പുസ്തക പൂജയൊക്കെ തണുപ്പ് കാലത്താണ്, ആ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. അപ്പൊ കരിമ്പ് പൂക്കുന്നത് എപ്പോഴും തണുപ്പ് കാലത്തായിരിക്കും. തണുപ്പ് കാലത്താണ് ആയിരിക്കും കരിമ്പ് എപ്പോഴും പൂക്കുക. അതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ സ്വാഭാവികമായി കരിമ്പ് ഇതൊക്കെ റാബി വിളയ്ക്ക് ഉദാഹരണമാണ്. അപ്പൊ ഖാരിഫ് എന്ന് വെച്ചാൽ എന്താ? മൺസൂൺ. അപ്പൊ ആ കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കുക. മൺസൂൺ 2 ഇന്ത്യയിലും ഉള്ളത് കാരണം സ്വാഭാവികമായി 2 ഇന്ത്യയിലും ആ ധാന്യങ്ങൾ കാണും, വിളകൾ കാണും. റാബി എന്ന് വെച്ചാൽ ശൈത്യം. ശൈത്യ കാലഘട്ടം ഏതുവരെ എന്ന് മനസ്സിലാക്കുക. ഉത്തരേന്ത്യയിലാണ് ശൈത്യം കൂടുതൽ, അവിടെ കൂടുതലായി കാണും. അപ്പൊ ഇത്രയും ധാന്യങ്ങൾ റാബി വിളകളായിട്ട് നമുക്ക് PSCക്ക് പഠിക്കാം. ഇതിപ്പോ ചോദ്യം ഇങ്ങനെ തരിക, ഗോതമ്പ് ഏത് വിളയിൽ പെടുന്നു, അല്ലെങ്കിൽ റാബി വിളയ്ക്ക് ഉദാഹരണം ഏത്? റാബി വിള പറഞ്ഞാൽ കൂടുതലും കേരളത്തിൽ കാണാത്ത സാധനങ്ങളായിരിക്കും. അത് നിങ്ങൾ ചിന്തിച്ചു വെച്ചാൽ മതി. ചിലതൊക്കെ കാണും, അത് തണുപ്പ് കാലത്താണോ ഉണ്ടാവുക എന്ന് നോക്കിയാൽ മതി. തക്കാളി, അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങൾ ഒക്കെ തണുപ്പ് കാലത്തിന് കേരളത്തിലുണ്ടാകും. ബാക്കിയൊക്കെ കൂടുതലും ഉത്തരേന്ത്യയിലേക്ക് പോകും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നെ കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഖാരിഫ് കഴിഞ്ഞു, റാബി കഴിഞ്ഞു. ഇനി അടുത്ത വിളയാണ് സെയ്ദ് വിള. ഇതൊന്നുമില്ല. അപ്പൊ 12 മാസം നമ്മൾ എടുത്തു കഴിഞ്ഞു. പകുതി മാസം ഖാരിഫും ബാക്കി പകുതി മാസം റാബി. ഇനി സെയ്ദ് എന്താന്നാണ് പറയുന്നത്. സെയ്ദും ഒരു ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഷയിൽ നിന്ന് രൂപം കൊണ്ട പദമാണോ? അല്ല. അതും എന്തെന്നെയാണ്? ഒരു അറബിക് വേർഡാണ്. അപ്പൊ സെയ്ദ് എന്ന അറബിക് വേർഡിന്റെ അർത്ഥം, അറബി പദത്തിന്റെ അർത്ഥം അഭിവൃദ്ധി പ്രാപിക്കുക എന്നാണ്. എന്താണ്? അഭിവൃദ്ധി പ്രാപിക്കുക. ആർക്ക്? കർഷകർക്ക്. കർഷകർക്ക് എന്തുണ്ടാവണം? അഭിവൃദ്ധി ഉണ്ടാവണം. അത്രയും. അപ്പോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇപ്പൊ കേരളത്തിലൊക്കെ പല ജില്ലകളിലും ഇപ്പൊ മാർച്ച് മാസത്തിലൊക്കെ പാടങ്ങളൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജൂൺ വരുന്നത് വരെ ആ പാടത്ത് ഈ പടവളങ്ങ, മത്തങ്ങ, പയറ്, വെള്ളരിക്ക, അങ്ങനെ പല കൃഷിയും ചെയ്യും. എന്ന് വെച്ചാൽ ഇടക്കാല വിള. അപ്പൊ ഖാരിഫിനും റാബിക്കും മധ്യേ കൃഷി ചെയ്യും. അപ്പൊ ഖാരിഫ് അല്ലെങ്കിൽ റാബി എടുത്തു, അല്ലെങ്കിൽ ഖാരിഫ് എടുത്തു, ഇടയിൽ ഒരു 3 മാസം ഗ്യാപ്പ് വന്നു. കർഷകർക്ക് എന്തില്ല? വരുമാനം വേണം. അപ്പൊ ഒരു താൽക്കാലികമായി എന്തെങ്കിലുമൊക്കെ വിത്തിറക്കി കൃഷി ചെയ്ത് ആ ഒരു ഗ്യാപ്പ് അവര് പരിഹരിച്ച് വരുമാനം ഉണ്ടാക്കും. അതാണ് സെയ്ദ് വിള. അപ്പൊ എപ്പ കൃഷി ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പില്ലേ, മാർച്ച് കഴിഞ്ഞ് മാർച്ച്, ഏപ്രിൽ, മെയ്, ഈ 3 മാസം. ഈ 3 മാസമല്ലേ ബാക്കിയുള്ളത്. അപ്പൊ കൃഷി എപ്പോ ഇറക്കും എന്ന് ചോദിച്ചാൽ സീസൺ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് സെയ്ദ് വിളകൾ കൃഷി ചെയ്യുക, അല്ലെ? സ്വാഭാവികം. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഖാരിഫിനും റാബിക്കും മധ്യേ, എന്ന് വെച്ചാൽ ബിറ്റ്വീൻ ഖാരിഫ് ആൻഡ് റാബി. മാർച്ച്, ഏപ്രിൽ, മെയ് പറഞ്ഞതിന്റെ ഇടയിലുമല്ലേ. മാർച്ചിൽ നമ്മൾ റാബി എടുത്താൽ പിന്നെ അവിടെ മാർച്ച്, ഏപ്രിൽ, മെയ് ബാക്കിയാണ്. പിന്നെ ഖാരിഫ് ജൂണിലാണ് ഇറക്കുള്ളൂ. അപ്പൊ മാർച്ച്, ഏപ്രിൽ, മെയ് ആ 3 മാസം കർഷകർക്ക് എന്ത് വേണം? അഭിവൃദ്ധി കിട്ടണം, വരുമാനം കിട്ടണം. അപ്പൊ അവർ താൽക്കാലികമായി അവരുടെ ഉള്ള ഭൂമിയിലോ പാടത്തോ പല പച്ചക്കറികളും കൃഷി ചെയ്യും. ആ ഒരു സീസണെ പറയുന്നതാണ്, ആ ഒരു വിളകളെ വിളിക്കുന്ന പേരാണ് സെയ്ദ്. അഭിവൃദ്ധി പ്രാപിക്കുക, ഇംഗ്ലീഷിൽ ടു പ്രോസ്പർ എന്ന് പറയും. അത്രയേ ഉള്ളൂ. അപ്പൊ എപ്പോ ചെയ്യും? ഖാരിഫിനും റാബിക്കും മധ്യ ചെയ്യും. മാർച്ച്, ഏപ്രിൽ, മെയ് ആണ് പീരീഡ് ഓഫ് കൾട്ടിവേഷൻ, കാർഷിക കാലഘട്ടം. കാർഷിക കാലഘട്ടം എപ്പോഴും കാർഷിക കാലഘട്ടം മാർച്ച്, ഏപ്രിൽ, മെയ് ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഖാരിഫിനും റാബിക്കും മധ്യ. എന്താണ് കൃഷി ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമൺലി പറഞ്ഞ പച്ചക്കറികൾ, പിന്നെന്താ പഴങ്ങൾ. അതിപ്പോ എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം വെള്ളരി, ഇംഗ്ലീഷിൽ അതിനെ കുക്കുംബർ എന്ന് വിളിക്കും. പിന്നെ മത്തങ്ങ, അതിനെ നമുക്ക് പംപ്കിൻ. പിന്നെ നമുക്ക് ബിറ്റർ ഗ്രൗണ്ട്, കയ്പയ്ക്ക. ബിറ്റർ ഗ്രൗണ്ട്. പിന്നെ ഒന്ന് തണ്ണിമത്തൻ, അതിനെ വിളിക്കും എന്താ വാട്ടർമിലൻ. ഈ പയറും ഈ പാടത്തൊക്കെ കൃഷി ചെയ്യാറുണ്ട്.
പയറ് പഠിക്കുമ്പോൾ അത് റാബി വിളയായിട്ട് പഠിക്കണം. കാരണം തണുപ്പ് കാലത്താണ് കൂടുതലും പയറ് എല്ലാവരെയും കാണും. ഇതൊക്കെയാണ് കൂടുതലായിട്ട് സെയ്ത് വിളയിൽ. അപ്പൊ എടുത്ത് പറയുന്നത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പഠിച്ചാൽ മതി. പഠിച്ചതോടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് തണ്ണിമത്തനാണ് ഉദ്ദേശിക്കുന്നത്. അല്ല ആപ്പിൾ എന്നല്ല, ആപ്പിളൊക്കെ റാബി, കാരണം തണുപ്പ് കാലത്താണ് ആപ്പിൾ. അപ്പൊ വെള്ളരിക്ക, മത്തങ്ങ, കൈപ്പയ്ക്ക, അതുപോലെ തന്നെ തണ്ണിമത്തൻ, ഇതൊക്കെയാണ് ഈ റാബി വിളയ്ക്ക് ഉദാഹരണങ്ങളായി പറയുന്നത്. നിങ്ങൾ പച്ചക്കറി, പഴങ്ങൾ. അപ്പൊ ഖാരിഫ് എന്ന് വെച്ചാൽ മൺസൂൺ. മൺസൂൺ കാലഘട്ടം ജൂൺ മുതൽ നവംബർ വരെ, അതിനിടയിൽ വരുന്നതാണ്. അപ്പോൾ മഴക്കാലത്തിനിടയിലാണ് അത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റാബി എന്ന് പറഞ്ഞാൽ അത് ശൈത്യം. അപ്പൊ അത് മഞ്ഞുകാലം അല്ലെങ്കിൽ തണുപ്പ് കാലത്തിനിടയിലാണ്. ഈ രണ്ട് കാലത്തിനും ഇടയിലാണ് സെയ്ത് വിള, അഭിവൃദ്ധി പ്രാപിക്കുക. ഇംഗ്ലീഷിൽ അത് പറയുമ്പോൾ ടു പ്രോസ്പർ എന്ന് പറയും. എപ്പോഴാ കൃഷി ചെയ്യുക? ബിറ്റ്വീൻ ഖാരിഫ് ആൻഡ് റാബി, രണ്ടിനും ഇടയിൽ, ഖാരിഫിനും റാബിക്കും ഇടയിൽ. കാർഷിക കാലഘട്ടം ഏതാ? മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തിൽ അത് കൃഷി ചെയ്യുന്നു. എന്താണ് കൃഷി ചെയ്യുക? അഭിവൃദ്ധി നേടാൻ വേണ്ടി, കുറച്ച് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കർഷകർ പാടത്തോ അല്ലെങ്കിൽ അവരവരുടേതായ സ്ഥലത്തോ പച്ചക്കറികളും പഴങ്ങളും വിത്തിറക്കും. അതിപ്പോ എടുത്തു പറയുമ്പോൾ വെള്ളരിക്ക, മത്തങ്ങ, കൈപ്പയ്ക്ക, തണ്ണിമത്തൻ ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇതാണ് ഖാരിഫ്, റാബി, സെയ്ത് വിളകൾ. ഇത് ക്ലാസ് കേൾക്കുന്നതിനൊപ്പം സ്വാഭാവികമായി വിഷ്വലിലേക്ക് കൊണ്ടുവരിക. വിഷ്വലിലേക്ക് എടുക്കുന്ന സാധനങ്ങളെല്ലാം വലത് ബ്രെയിനിലേക്ക് നമുക്ക് ഒതുക്കാൻ പറ്റും. വിഷ്വൽ ഇല്ലെങ്കിൽ അത് ഇടത് ബ്രെയിനിലേക്ക് ആവും. ബ്രെയിനിന്റെ ഇടത് ഭാഗത്തേക്ക് വന്നാൽ മറന്നു പോകും. വലത് ഭാഗത്തേക്ക് വന്നാൽ അത് കാലാകാലത്തോളം നമ്മൾ വിചാരിച്ചാലും അത് മറന്നു പോവില്ല. അപ്പൊ ഖാരിഫ്, റാബി വിളകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ ടോപ്പിക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ കൃഷി മേഖല ഇനിയും നമുക്ക് ഒരുപാട് എടുക്കാനുണ്ട്. നമുക്കൊരു സമയപരിധി ഉണ്ട്. സമയം വേണമെങ്കിൽ എനിക്ക് 1-2 മണിക്കൂർ ഇടാം, പക്ഷെ അതിനു വേണ്ടി മെനക്കണം. പക്ഷെ അങ്ങനെ 2 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയി ഇട്ടാൽ നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങളുടെയും കൂടി ആ ബ്രെയിനിന്റെ കപ്പാസിറ്റി, എന്നിട്ട് നിങ്ങൾക്ക് ബ്രെയിനിന്റെ കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയാം, പക്ഷെ നിങ്ങൾക്ക് പല തിരക്കുകളും ഉണ്ടാവും. അതും കൂടി ഞങ്ങൾ കണക്കിലാക്കിയിട്ടാണ് മാക്സിമം മണിക്കൂറിൽ ക്ലാസ് ഒതുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ ഇതിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഈ ക്ലാസ് കണ്ടതിന് ഞാൻ പ്രത്യേകപരമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.